ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഓർഡർ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ചെറിയൊരു ഓർഡർ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രെയർ പറയണം. പിന്നെ നമ്മൾ ഈ തോട്ട് ഓഫ് ദ ഡേ പറയാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഫസ്റ്റ് പ്രെയർ കഴിയുമ്പോൾ ഒരു ദിവസത്തെ ഒരു തോട്ട് പറയും. അത് കഴിഞ്ഞിട്ട് സൈൻ ഇൻ പറയും. ചിലപ്പോ ഒരു ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ ചെറിയൊരു സ്റ്റോറി, ഒരു മോറൽ സ്റ്റോറി ഒക്കെ ഇംഗ്ലീഷിലാവാം മലയാളത്തിലാവാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു മോറൽ സ്റ്റോറി, അല്ലെങ്കിൽ GK-യിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ്സിലേക്ക് സൈൻ ഇൻ ചെയ്യാനും നമ്മുടെ കുട്ടികളെയും അതേപോലെ തന്നെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ടീച്ചറിനെയും വെൽക്കം ചെയ്യാന്നുള്ളതാണ് സൈൻ ഇൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ദെൻ നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ എന്ത് പറയും, സൈൻ ഔട്ട് പറയും. സൈൻ ഔട്ടിൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു സമ്മറി ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എന്താ പറയാ ഒരു സമ്മറി പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ, ഇങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും പുതിയൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. പല സ്ഥലത്തുള്ള പല എന്താ പറയാ പല ക്വാളിഫിക്കേഷൻ ഉള്ള പല കുട്ടികളാണ്. എന്താ പറയാ ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ഇന്നു മുതൽ നമ്മളുടെ എന്താ പറയാ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ എല്ലാവരും ഞാൻ ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ് സൈനിങ് ഞാൻ തന്നെയാണ് പറയുന്നത്. എല്ലാവരെയും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാണ്, ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് നമ്മൾ തന്നെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ഇത്രയും പേരുള്ളൂ സ്ട്രെങ്ത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ? ഇത്രയും കുട്ടികളായിരുന്നോ? അല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റത്തെ മാമിന്റെ ക്ലാസ്സിന് ഇതിനെക്കാട്ടും ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, സാധാരണ എംടിയില് 90 or 100 എബോവ് കുട്ടികൾ വരാറുണ്ട്. സോ ഇന്ന് 18 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാരണം എംടിയിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് കുട്ടികളുള്ളെങ്കിലും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്താൽ മതി, ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് നല്ല എൻജോയ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പാർട്ടിസിപ്പേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. സോ എന്റെ പേര് അപർണ എന്നാണ്. ഞാൻ ഈ ഒരു ജേർണിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫാക്കൽറ്റി ആണ്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കായിട്ട് പരിചയപ്പെടാം. ഓക്കെ മാം. ഓക്കെ, ദിവ്യ പറഞ്ഞോ, മോനെ എവിടെന്നാ? മാം, ഐ എം ഫ്രം പാലക്കാട് മാം. എന്താ പഠിച്ചിരിക്കണേ? മാം, ഐ ആം BA ഹിന്ദി ഡിഗ്രി മാം. ഹിന്ദിയാണ്. ഓക്കെ, ഹിന്ദിയിലൊക്കെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്തൊരു സോങ് ഒക്കെ പറഞ്ഞിട്ട് കേട്ടോ? ഓക്കേടാ. വീട്ടില് കുട്ടികള്? മാം, എനിക്ക് ഫസ്റ്റ് 2 ട്വിൻസ് ആണ് മാം, പിന്നെ മൂന്നാമതൊരാൾ, അങ്ങനെ 3 കുട്ടികളാണ് മാം. ഓക്കേടാ. അപ്പൊ അടുത്ത് ആരാണ് പരിചയപ്പെടുന്നത്? ഞാൻ വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരിചയപ്പെടോ? മാം, എന്റെ പേര് ദീപ്തി. ഓക്കെ, ദീപ്തി. അതെ. മോൻ എവിടുന്നാണ്? ഞാൻ പെരുമ്പാവൂര്, എറണാകുളം. പെരുമ്പാവൂര്. ഓക്കേടാ. ഞാൻ ആരാണ്? ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് പഠിച്ചത്. ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആണ്. ഓക്കെ, ടീച്ചിങ്ങിനോടുള്ള പാഷൻ കൊണ്ടാണോ ഈ ഒരു കോഴ്സിലേക്ക് വന്നത്? കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ കോഴ്സ് പഠിച്ചെങ്കിലും ഒരു 3-4 കൊല്ലം വർക്ക് ചെയ്തുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടും 1-2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി. ഇപ്പൊ കുറെ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫായിട്ട് തന്നെയാണ്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു കിൻഡർ ഗാർഡൻ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോവാതിരിക്കുന്നത്. കിൻഡർ ഗാർഡൻ ആ ഒരു ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ മോണ്ടിസോറിയില് ആ കുട്ടികൾക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനാണ് താല്പര്യം അല്ലെ? അതെ. ഓക്കേടാ, നല്ലതാണ്. പാഷനാണത്. വലിയ ആഗ്രഹമാണ്, പാഷനായിട്ട് തന്നെയാണ്. കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അതൊരു ജോലിയായിട്ടല്ല, ഒരു മെന്റലി ഒരു റിലീഫായിട്ടും കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കേടാ, നല്ലൊരു കാര്യമാണ് കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കേടാ, ഗുഡ് ആഫ്റ്റർനൂൺ.
മാം, എൻ്റെ പേര് ഇതിനകത്ത് ഇപ്പൊ ജൂലി പ്രജീഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെൻ്റെ ഇമെയിലാണേ. പക്ഷെ എൻ്റെ ഒഫീഷ്യൽ നെയിം അന്നമ്മ ഫ്രാൻസിസ് എന്നാണ്. ഓക്കെ അന്നമ്മ. എൻ്റെ വീട് കോട്ടയം. ഞാൻ കോട്ടയത്ത് സ്വദേശിയാണ്. എനിക്ക് ഹസ്ബൻഡും 3 കുട്ടികളുമുണ്ട്. ഞാൻ കോട്ടയത്ത് തന്നെ എൻ്റെ വീടിനടുത്തൊരു സ്കൂളിൽ, LP സ്കൂളിൽ നഴ്സറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ PDC കഴിഞ്ഞ് നഴ്സറി ട്രെയിനിൻ്റെ കോഴ്സ് പാസ്സായി ഇവിടെ വർക്ക് ചെയ്ത് ഇപ്പോൾ 10-12 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഈ കോഴ്സിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പം അതുകൊണ്ട് ഈ കോഴ്സിന്, ഞാൻ ഡിപ്ലോമ കോഴ്സിന് ചേർന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി ഈ കോഴ്സിന് ചേർന്നു പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ടീച്ചേഴ്സിനുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? നമ്മൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ പഠിച്ച് അവിടെ സ്റ്റോപ്പ് ആവുകയല്ല ചെയ്യാം. വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കില്ല് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അന്നമ്മ മോന്റെ അറ്റംപ്റ്റ് ശരിക്കും കറക്റ്റ് നല്ലതാണ്. കാരണം മോന്റെ ആ ഒരു നോളജ് മോൻ വീണ്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ട് കാണിച്ചൊരു എന്താ പറയുക സ്റ്റെപ്പാണ് ഇത്. നല്ലതാണ് കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാ? ജിസ്ന അല്ലേ? ഹായ് മാം. ഹായ്. എൻ്റെ പേര് ജിസ്ന. ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിലെ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ എടുത്ത പിള്ളേരൊക്കെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ടീച്ചറെ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ആത്മാഭിമാനം. അങ്ങനെ എനിക്ക് ടീച്ചറാവാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പം 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ലിങ്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വന്നതാണ് മുന്നോട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ശുഭ എന്നാണ്. തൊടുപുഴയെന്നാ. മേഡത്തിനെ എനിക്കറിയാം, കാരണം ഞാൻ ഡിസംബർ ബാച്ചിലുണ്ടായിരുന്നതാ. അന്നേരം എൻ്റെ അനിയത്തി മരിച്ചുപോയേ ഈ ഫെബ്രുവരി 17. അപ്പം ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് കരുതി ഡിസംബർ ബാച്ചിൽ നിന്ന് പോയതാ. അപ്പം നമ്മുടെ ജയദേവ് സാറില്ലേ, സാറിനെ വിളിച്ച് ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ പഠിക്കാണ്ടിരിക്കണ്ട, മരിച്ചുപോയ ആൾ എന്തായാലും പോയല്ലോ, അതുകൊണ്ട് ഇപ്പം മാർച്ചിൽ പുതിയ ബാച്ച് തുടങ്ങും, അതിൽ കയറി പഠിച്ചാൽ മതി, ഇനി നിർത്തണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ മാർച്ചിലേക്ക് ആയതാ. ഡിസംബറിൽ ഉണ്ടായിരുന്നതാ. ശുഭ എന്ന പേര്, തൊടുപുഴയാ വീട്. ഡെന്റൽ ടെക്നീഷ്യനായ 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പം പോകുന്നില്ല, ഇപ്പം വെറുതെ ഇരിക്കുക. കുഞ്ഞിനെയും കൂടെ കൊണ്ടിരുന്ന് പഠിക്കാലോ എന്നോർത്ത് അങ്ങനെ കയറിയതാ. ഡിസംബർ ബാച്ചിൽ അങ്ങനെയാണ് ഞാൻ കയറിയത്. പക്ഷെ അങ്ങനെ അനിയത്തി എലിപ്പനിയായിരുന്നു. 24 വയസ്സേ ഉള്ളൂ. അവള് പ്രതീക്ഷിക്കാതെ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല, പനി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ക്ഷീണമായിട്ട് വീണതാ. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, തലേദിവസം കൊണ്ടുപോയി, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് മരിച്ചു. എലിപ്പനി അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പക്ഷെ റിസൾട്ട് ആവണതിന് മുമ്പ് അവള് മരിച്ചുപോയി. അവളുടെ മരിച്ച ശേഷമാണ് എലിപ്പനി ആയിരുന്നു എന്ന് റിസൾട്ട് വരുന്നത്. അങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമവും, അതുകൊണ്ട് പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചതാ. അപ്പൊ പിന്നെ സാറും പറഞ്ഞു പോയ ആള് പോയല്ലോ, എന്തെങ്കിലും ചെയ്യാതെ നമുക്കും ജീവിക്കണ്ടേ. അങ്ങനെ അത് വിചാരിച്ച് ഈ മാർച്ചിലേക്ക് വന്നതാ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മേഡം. ഒരിക്കലും മോൻ ഇപ്പൊ പഠിക്കുന്നത് കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം എന്താ പറയാ, എനിക്കും അനിയത്തിയുള്ളത്, എനിക്കത് പെട്ടെന്ന് അനിയത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കെയർ കിട്ടാണ്ട് ആൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ നല്ല വിഷമം തോന്നും. അതെ മാഡം, നമുക്ക് നമ്മള് ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ, നമ്മള് കൊണ്ടുപോകാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു കുറ്റബോധമാണ്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അത് നമ്മള് ഒന്നും പറ്റാത്തതുകൊണ്ടല്ല, നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ആ സ്റ്റെപ്പ് എടുക്കൂലേ. ഏറ്റവും ഇല്ല, നമ്മളത് ലൈഫാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, നമ്മളത് മൂവ് ഓൺ ചെയ്യാം. പിന്നെ രക്ഷപ്പെട്ടാലും ഉണ്ടല്ലോ, കിഡ്നിയും കരളും ഒക്കെ പൂർണ്ണമായിട്ടും പോയായിരുന്നു. ഇനി രക്ഷപ്പെട്ടാലും അവളിങ്ങനെ ഒരു നരകിച്ചിങ്ങനെ കിടക്കുകയുള്ളായിരുന്നു, അല്ലാതെ പൂർണ്ണ നോർമൽ ലൈഫിലേക്ക് വരികയില്ലായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകുന്നതാണല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചങ്ങ് സമാധാനിക്കും.
പിന്നെ ഇത്ര പ്രായമൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ജീവിതം പോലും തുടങ്ങുന്നതിന് മുമ്പ് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലായില്ല, ഒരു പനി പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ അവളുടെ സമയമായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പനിയോ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ക്ഷീണമായി ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് മഞ്ഞപ്പിത്തം കൂടുതലാണ്, പെട്ടെന്ന് കോട്ടയത്തിന് കൊണ്ടുപോകണമെന്ന്. കോട്ടയത്ത് ചെന്ന് പിറ്റേ ദിവസം മരിച്ചു. മരിച്ചതിന് ശേഷമാണ് എലിപ്പനി വന്നതാണ് ശരിക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് അങ്ങനെ. ഓക്കെ സുബ. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? രശ്മി. ഹലോ, എൻ്റെ പേര് രശ്മി, സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. എന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ മാഡം? റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ പറഞ്ഞോ. ഹലോ ഹലോ പറഞ്ഞോടാ. എൻ്റെ പേര് രശ്മി, തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ. മക്കള് 2 ആൺകുട്ടികളാണ്. മൂത്താള് ഇപ്പൊ 5-ല്, ഇളയാള് ഇനിയിപ്പോ 2-ല്. ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ ഞാൻ ഒരു ജനസേവന കേന്ദ്രം സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാ, CSC സെന്റർ. അപ്പം ഒരു 2-3 വർഷത്തോളം നടത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇപ്പൊ വീട്ടിലെ ഹസ്ബൻഡ് പിന്നെ പോയത് കൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത്. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുനാൾ മുതലേ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ അങ്ങോട്ടങ്ങ് പോയി. അതുകൊണ്ട് ഈ ഒരു ടീച്ചർ ആവണം എന്ന് വലിയൊരു ആഗ്രഹത്തോടെ ചേർന്നതാണ്. ഓക്കെ മാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉണ്ടാവും. നമുക്കില്ലേ Okay, ടീച്ചർ ma'am. ആവാന്ന് പറയുമ്പോ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഇല്ലേ, നമുക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് കിട്ടുന്ന ഒരു പ്രൊഫഷൻ. മറ്റേതൊരു പ്രൊഫഷനിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ പ്രൊഫഷണൽ വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മളുടെ അതെ, അതെ. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു നമുക്കൊരു പ്രത്യേക ഒരു റെസ്പെക്ട് ആയിരിക്കും. നമ്മൾ പഠിപ്പിച്ച ടീച്ചറാന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ആ കുട്ടികൾക്ക്. ഇപ്പൊ എന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ ഇതെന്റെ ടീച്ചറാണ് കേട്ടോ എന്ന് പറയുമ്പോ എന്താ പറയാ, ഭയങ്കര ഒരു റെസ്പെക്ട് നമുക്കത് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ വർക്ക് ചെയ്യാണ്, ഞാനിപ്പോ പഠിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. അപ്പൊ അത് നല്ലൊരു പ്രൊഫഷനാണ്. റെസ്പെക്ട് മാത്രമല്ല, നമുക്ക് ഒരു എന്താ പറയാ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കേണ്ട ഡ്യൂട്ടിയും കൂടി നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം നമ്മളുടെ എന്താ പറയാ കുട്ടികള് ഈ ഒരു ടീനേജിലുള്ള കുട്ടികളുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാത്തതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്നത് നമ്മളെ പോലത്തെ ഓരോ ടീച്ചേഴ്സിനാണ്. നിങ്ങളെ പോലത്തെ ഓരോ ടീച്ചേഴ്സ് ആണ്. സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരെ എന്താ പറയാ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കംപ്ലീറ്റ് ചെയ്തിറങ്ങുമ്പോൾ നിങ്ങൾ അതേപോലെ ആക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. നമ്മൾ പല സ്ഥലത്താണ്, എന്താ പറയാ പല എൻവയോൺമെന്റിൽ ഇരുന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കാണുന്നത്. അപ്പൊ അതെല്ലാവരും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഓക്കെ, രശ്മി ആയിട്ട് ആരാ പരിചയപ്പെടുന്നേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഐ ആം ജെൻസി. പറഞ്ഞോടാ, എവിടെന്നാ? എൻ്റെ വീട് കോട്ടയം ജില്ലയില് കുറവലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇവിടെ ഒരു LP സ്കൂളില് KG ടീച്ചറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ്. അതിനു മുമ്പ് മരങ്ങാട്ടുപള്ളി സ്കൂളില് ഹൈസ്കൂളില് ഉണ്ടായിരുന്നു കുറച്ച് വർഷം, ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിന് തൊട്ടടുത്താണ് സ്കൂള്. അവിടെ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ്. നെക്സ്റ്റ് കീർത്തി.
ഹലോ മാം. ഓക്കെ, ഓരോരുത്തർ പറഞ്ഞോ പരിചയപ്പെടാൻ ഹലോ തയ്യാറായിട്ട്. മാം. ഹലോ, എൻ്റെ പേര് ശ്രീധന്യ എന്നാണേ. ഓക്കേടാ. അപ്പൊ ഇടുക്കി കട്ടപ്പനയെന്നാണ് സ്ഥലം. അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കോഴ്സ് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ പിള്ളേരോടൊക്കെ ഇടപെടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പോ അങ്ങനെ തോന്നി കയറിയതാണ്. ഓക്കേടാ. ധന്യ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. പറഞ്ഞോ. എൻ്റെ പേര് ദക്ഷ. എൻ്റെ വീട് വൈത്തിരി, എറണാകുളം. എൻ്റെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ട്രക്ക് ഡ്രൈവർ ആണ്. അതുപോലെ എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത ആളെ LKG ജോയിൻ ചെയ്യാൻ പോണ്. രണ്ടാമത്തെ ആളെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം. അപ്പോ ഈ കോഴ്സിനെ പറ്റി അന്വേഷിച്ചോണ്ട് എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ ഗ്രൂപ്പില് അതെങ്ങനെ അന്വേഷിക്കണം എന്ന് ഡൗട്ടായി നിൽക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ ഞാനിത് കണ്ടത്. അപ്പൊ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യണമായിരുന്നു. എനിക്ക് അതിന്റെ അംബിഷൻ ആയിരുന്നു ടീച്ചർ ആവണമെന്ന്. കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു. കൂടുതലും ഞാൻ കുഞ്ഞു കുട്ടികളായിരുന്നു ട്യൂഷൻ എടുത്തിരുന്നത്. ഇപ്പോ ഇതും കൂടെ ആയപ്പോ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എൻ്റെ പിള്ളേരെയും നമുക്ക് അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെയും നമുക്ക് പഠിപ്പിക്കാം. അങ്ങനത്തെ മാക്സിമം എൻ്റെ മക്കളെ ചേർന്ന സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നും ഒരാഗ്രഹമുണ്ട്. ഓക്കേടാ. അപ്പൊ നമ്മള് കോഴ്സ് ഒരു 6 months 8 months ഒക്കെ ആവുമ്പോ ആ സ്കൂളിൽ വേക്കൻസീസ് ഉണ്ടോ, മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നതാണെന്നൊക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അവർ ട്രെയിനിങ്ങിന് വിളിക്കും. അപ്പോ നമുക്ക് പോകാം, അവിടെ പഠിപ്പിക്കാനൊക്കെ പോകാനായിട്ട് പറ്റും. മോന്റെ കയ്യിലുള്ള കുട്ടി LKG-ലേക്കാണല്ലേ പറഞ്ഞത്? അതെ അതെ. അവനെ പഠിപ്പിക്കാൻ നമ്മളിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കോഴ്സ്. മിക്ക മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് അവനെ പഠിപ്പിക്കാനും അതേപോലെ അവനെ ട്രെയിൻ ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു ഏജിലെ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. ആ കുട്ടികൾക്കും കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവും എന്നാണ്, മറ്റു കുട്ടികൾക്കും ഹെൽപ്പാണ് ഈ ഒരു ഇത്. ധന്യ മ്യൂട്ട് ഓൺ ആണ് കേട്ടോ. മോൻ പരിചയപ്പെട്ടു ഇൻട്രൊഡ്യൂസ് ചെയ്യോ ധന്യ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ധന്യ എന്നാണ്. സ്ഥലം രാജാക്കാട്. ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു പഠിച്ചത്. പിന്നെ 2 വർഷം വർക്ക് ചെയ്തു. കല്യാണം കഴിഞ്ഞു പിന്നെ പോയില്ല. ഇപ്പൊ 2 കുട്ടികളുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അന്നേരം തന്നെ ഞാൻ ജോയിൻ ചെയ്യാണ് ചെയ്തത്. അവളിപ്പോ ഈ സ്മാർട്ട് ഇതില് ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ബാച്ചാണ്? ഏത് 11ാം ബാച്ചാന്ന് പറഞ്ഞത്. 5 എന്ന് പറയും. 5 KB. ഓക്കേടാ. 11 ആയിരിക്കും. ഓക്കെ. അപ്പോ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരോ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാവാണ്ട് നിർത്തിപ്പോയി എന്ന ഒരു ഇൻഫർമേഷൻ ടീച്ചർ തന്നിട്ടുണ്ടല്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാന്ന് അറിയത്തില്ല മാം. അപ്പൊ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടുപിടിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ പരിചയമുണ്ടെങ്കിൽ അത് പറയണോട്ടോ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഇടുക്കി ജില്ലയാന്ന് പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഞാൻ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സാറിന്റെ ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ് ആയിരുന്നു. സാറിന്റെ ക്ലാസ് ആയിരുന്നു. ഇംഗ്ലീഷ് ആണ്. സാറ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം മോണ്ടിസോറി സ്കൂൾ അതേപോലെ തന്നെ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുണ്ടെങ്കിൽ പോലും എന്താ പറയാ സാറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് കുറച്ച് ഈസി ആക്കാനായിട്ട് സാറ് ഹെൽപ്പ് ചെയ്യും. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം സാറിനെ. ഓക്കെ. എന്നുവെച്ചാല് മാക്സിമം നമ്മൾ ആ ഇൻഫർമേഷൻസും നമ്മൾ ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ പ്രോപ്പർ ആക്കാനായിട്ട് സാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെടൂലേ? കീർത്തി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് കീർത്തി. ഞാൻ എൻ്റെ നാട് കോട്ടയാണ്, ഏറ്റുമാനൂര്. പക്ഷെ ഞാനിപ്പം സെറ്റിൽ ആയിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോനുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കും. ഇനി 4ലേക്ക്. ഞാൻ പഠിച്ചത് MSc ആണ്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ. ഞാൻ അതിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കോവിഡ് ഒക്കെ ആയപ്പോഴത്തേക്കും നിർത്തിയതാണ്. മോൻ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിർത്തിയതാ.
പിന്നെ ഇതിലേക്ക് വരാൻ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 10 വർഷമായിട്ട് എല്ലാവരോടും പറയുന്നതാണ് എനിക്കൊരു കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണമെന്ന്. പക്ഷെ എനിക്ക് ടീച്ചിങ് എന്താ പറയാ ടീച്ചിങ് എബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് പൊതുവെ എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. പക്ഷെ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്, ഇഷ്ടമാണ്. ഞാൻ അവരെ മാനേജ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഭയങ്കര ആഗ്രഹമാണ്. അത് ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത്. ഓക്കെ, മോൻ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പരിചയപ്പെടാണ്ട്? നമ്മൾ കുറച്ച് പേരിന്റെ ക്ലാസ്സിലുള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, രണ്ടുപേരും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ഷിമി, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഷെറീന. ഷെറീന, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. 2 കുട്ടികളുണ്ട്. +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയി. പിന്നെ അധികം പഠിച്ചിട്ടില്ല. 15 വർഷമായിട്ട് പിന്നെ അധികം പഠിച്ചിട്ടില്ല. പിന്നെ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കും. ഇപ്പൊ കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്ത് ഒരു ജോബ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നൈബർ വഴി അറിഞ്ഞു അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഷെമീന. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ഷെമീന. ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ +2 കഴിഞ്ഞ് എനിക്ക് ചെറുതിലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചർ ആവണം. പിന്നെ +2 വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ സാഹചര്യം വെച്ച് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം 3 പെൺകുട്ടികളാണ്. ആദ്യത്തേത് ട്വിൻസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഞാൻ PSC കോച്ചിങ്ങിനെല്ലാം പോകാറുണ്ട്, PSC അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു കോഴ്സ് ഇപ്പം പഠിക്കണം എന്ന്, ടീച്ചർ ആകണം എന്നൊരു ആഗ്രഹം. ഇൻസ്പിറേഷൻ ആയിട്ട് കുറച്ച് ടീച്ചേഴ്സും എൻ്റെ ക്ലാസ്മേറ്റ്സും എല്ലാം ടീച്ചേഴ്സാണ്. അപ്പോൾ അവരെല്ലാം കണ്ടപ്പോൾ ഇപ്പം കുറച്ച് സാഹചര്യം ഒത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം അങ്ങനെ കോഴ്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ തീരുമാനിക്കലും ഈ ഗ്രൂപ്പിൽ ഈ ഒരു ഇത് പോസ്റ്റർ കാണുന്നതെന്ന് തോന്നിച്ചാണ്. അപ്പം തന്നെ ഞാൻ വിളിച്ച് ജോയിൻ ചെയ്ത് അങ്ങനെ. അപ്പോൾ കുറേ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇത് എങ്ങനെ പോകും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. എന്നാൽ ഇന്നലത്തെ ജോബ് സാറ് പിന്നെ ക്ലാസ്സും ഇൻട്രഡക്ഷൻ ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് തോന്നുന്നു. താങ്ക് യു ടീച്ചർ. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിൽ ചോദിച്ചു പോകണം. അതേപോലെ തന്നെ നമ്മൾ എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ തന്നെ ചോദിച്ചു അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, വേറെ ആരാണെങ്കിൽ പരിചയപ്പെടാനായിട്ട്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. രണ്ടുപേര്. ഗുഡ് ആഫ്റ്റർനൂൺ. ഷെഫിയ, അമീഷ. ഷെഫിയ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് സഫിയ. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ്. എനിക്ക് 2 മക്കള്, ഒരു മോനും ഒരു മോളും. മക്കള് പറഞ്ഞാൽ വലിയ മക്കളായി, +2 എത്തി. മോള് ചെറിയ ആളെ +2 എത്തി. 16 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു. SSLC കഴിഞ്ഞതും വലിയൊരു ഫാമിലിയിലേക്ക് വന്നു. എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ മോള് +2 എത്തിയപ്പോ തുടങ്ങിയതാണ്, ഉമ്മ പഠിക്ക്, വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ കുടുംബശ്രീ വഴിയാണ് ഈ ഇത് കണ്ടത്. അങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്തു. എൻ്റെ അനിയത്തി ഇതുപോലെ +2 എടുത്തു. ഇപ്പൊ അവള് മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫ്ലൈൻ വഴി. അതും കൂടി കണ്ടപ്പോൾ ഒന്നും കൂടി ഒരു താല്പര്യം കൂടി. എന്നെ കൊണ്ട് പറ്റുമോന്ന് എനിക്കറിയില്ല. 20 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ പെരുന്നാളും കാര്യമൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. ഓക്കേടാ, ഞങ്ങൾ മാക്സിമം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോനെ ഹെൽപ്പ് ചെയ്യാം. മോനെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്രാഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാംഗ്വേജ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ആണ് സിലബസ്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. സാറിന്റെ ക്ലാസ് ഇംഗ്ലീഷിൽ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നിങ്ങളൊന്ന് ഇംഗ്ലീഷ് ഒരു ബേസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അമീഷ. ഹലോ മാം. ഹലോ, എൻ്റെ പേര് അമീഷ. ഞാൻ കുഴപ്പില്ലിന്നാ വന്നത്, വൈപ്പിൻ. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു എറണാകുളത്തല്ലേ, പറവൂര്. ടീച്ചിങ് ആഗ്രഹമായോണ്ട് കയറിയതാ. ആണോ?
എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പില് എനിക്ക് തോന്നുന്നു മിക്കവരും ടീച്ചേഴ്സ് ആവണമെന്ന് ഭയങ്കരമായിട്ട് അതിയായ ആഗ്രഹമുള്ള കുട്ടികളാണ് തോന്നുന്നത് അല്ലെ? ഇപ്പോഴോ നമ്മളുടെ സ്വപ്നം എവിടെയോ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തവരും അതേപോലെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നവരും ഒക്കെയാണ് അല്ലെ? തോന്നുന്നുണ്ട്. ഓക്കെ, അമീഷ മോനെ എന്താ ക്വാളിഫിക്കേഷൻ എന്താ? ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ലിങ്ക് കണ്ട് അങ്ങനെ കയറിയതാ. ഓക്കെ, ലാസ്റ്റ് ഇയർ ആയിരുന്നോ? ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത്. കംപ്ലീറ്റ് ചെയ്തു. എക്സാം നടന്നുകൊണ്ടിരിക്കില്ലേ ഡിഗ്രിയുടെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞാണോ? കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി വേറെ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. അലീന, അഞ്ജന. ഓക്കെ, അലീന പറ. എൻ്റെ പേര് അലീന ജാസ്മിൻ. എന്നെ പാത്തു എന്നാണ് എല്ലാവരും വിളിക്കുക. ഞാനിപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മാക്കൊരു അസുഖം വന്നു. അപ്പോൾ ഡിഗ്രി പകുതി വെച്ച് നിർത്തേണ്ട വന്നു. അപ്പോൾ ഉമ്മാക്ക് അറിയാം എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഉമ്മ തന്നെയാണ് ഇപ്പോൾ ഉമ്മാക്ക് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കീമോ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓപ്പറേഷൻ്റെ ഒരു ടൈമായി. ഉമ്മ ഇങ്ങനെ ഉമ്മയുടെ ഗ്രൂപ്പിൽ എവിടെയോ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു നീ കയറിക്കോ, നിനക്ക് ഇഷ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ തന്നെ കണ്ടുപിടിച്ച് കൊണ്ട് തന്നതാണ് എനിക്കിത്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് വേറെ ടാലിയുടെ. പക്ഷെ ഉമ്മ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളതല്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ കൊണ്ട് തന്നതാണത്. ഞാനും വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക്. അങ്ങനെ എൻ്റെ വീട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗത്ത്. അഞ്ജന. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അഞ്ജന, വീട് നേരുമംഗലം, എറണാകുളം ജില്ലയില്. ഹലോ, കേൾക്കാതെ പറഞ്ഞോ. ഞാൻ ഓൾറെഡി ടീച്ചിങ് പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ MSc B.Ed ആയിരുന്നു. പിന്നെ B.Ed കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി. അവനിപ്പം 3 വയസ്സാവണു. അപ്പോൾ ഇനിയിപ്പോൾ കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് പോകാനൊരു ഇതില്ല എനിക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകാൻ. അപ്പം ഞാനിപ്പോൾ ഓർത്തെ ഇതിൻ്റെ ഡിപ്ലോമ PG കോഴ്സിന് ചേരുവാണെങ്കിൽ കുഞ്ഞിനെ ചേർക്കണ സ്കൂളിൽ തന്നെ എനിക്ക് കയറാലോ. അത് അവിടെ ഇപ്പോൾ 8, 9 പഠിപ്പിക്കുന്ന വേക്കൻസി വരുവാണെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഹയറായിട്ട് പഠിപ്പിക്കാമല്ലോ. അപ്പോൾ കുഞ്ഞും സേഫാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ആള്. അപ്പോൾ അവൻ ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെയും കൊണ്ടുപോകുകയാണെങ്കിൽ കൊച്ചിനെയും ട്രെയിൻ ചെയ്യാം, ഒപ്പം തന്നെ എൻ്റെ കരിയർ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഇതിൻ്റെ ഡിസംബർ ബാച്ചിലുണ്ട്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നീ ജോയിൻ ചെയ്യ്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു B.Ed ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമ്മുടെ സിലബസ്. ഫസ്റ്റ് നമ്മള് വേറെ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ആരതി. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ആരതി, ഞാൻ കാസർഗോഡ് നിന്നാണ്. ഹലോ, കേൾക്കാതെ പറഞ്ഞോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BBA കഴിഞ്ഞ് വേറെ കോഴ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായതാണ്. 2 വർഷം വർക്ക് ചെയ്ത് ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ടീച്ചിങ്ങിലേക്ക് വരാമെന്നുള്ളതിൽ ജോയിൻ ചെയ്തതാണ്. ഓക്കേടാ. വേറെ ആരെങ്കിലും പരിചയപ്പെടാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മള് നമ്മുടെ സിലബസിലേക്ക് വരാം. ഇപ്പൊ PG കുട്ടികളും ഉണ്ട്. PGക്കാരെ നമ്മള് ക്ലാസ് ഡീറ്റെയിൽസ് പറയും. ഞാനിപ്പോ ഡിപ്ലോമക്കാരുടെ കോമൺ ആയിട്ടുള്ളത് പറയാം. നമുക്ക് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കുറച്ച് തിയറി പോർഷൻ ആണ്. മൊഡ്യൂൾ 1 നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ പോർഷൻ ആണ്. അത് നമ്മുടെ കുട്ടിയുടെ ഹെൽത്തും അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടും അതേപോലെ കുട്ടികൾക്ക് വേണ്ട ന്യൂട്രീഷൻ നീഡ്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റ്,
ഒന്ന് BEd കാര്യത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോഷ്യൽ ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെയാണ് ചൈൽഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ദെൻ നമ്മൾ അടുത്തൊരു പാർട്ട് 2 തന്നെ രണ്ടാമത്തെ പാർട്ടാണ് സൈക്കോളജി എന്ന് പറയും. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് മൊഡ്യൂള് 3 നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. അത് കഴിഞ്ഞ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. ഇതേമാണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് ഫസ്റ്റ് വളരെ ഈസിയാണ്, നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആ ഒരു ഈസി ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കും. അങ്ങനെയാണ്, സിമ്പിൾ ആണ്. ടഫ് ഭയങ്കര ടഫ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജ് ആണ്. നമ്മള് മാക്സിമം ഇംഗ്ലീഷിൽ ആണ് ക്ലാസ് കണ്ടക്ട് ചെയ്യണമെങ്കിലും മാക്സിമം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിൽ പറയാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ തന്നെ വെച്ച് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. മിക്കതും ഗ്രൂപ്പ് ഡിസ്കഷൻ, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ വഴിയൊക്കെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കാം, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കാം, അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ചാല് ഞാൻ എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ പറയും, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് പറയണം, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടെന്നുള്ളത് ചോദിക്കാം. നമ്മളൊരു ഡിസ്കഷൻ ടൈപ്പ് ക്ലാസ് ആണ് പോകുന്നത്. സോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ അതായത് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. മാക്സിമം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോ എന്താണ്, നമ്മളിപ്പോ പോർഷനിലേക്ക് വരാണ്. ഹലോ മാം. ഹലോ മിനു. ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത്. ആണോ? എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. വീട്ടില് കുടുംബഭരണമായിട്ട് നടക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ചേരാന്ന് കുറെ കാലമായി അന്വേഷിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പോ ചേർന്നു. നമസ്കാരം. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. കുഴപ്പമില്ലാടാ, നമ്മള് ബേസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പോ ഒരു പുതിയ എൻവയോൺമെന്റ് ആണല്ലോ, അതിൻ്റെതായ ഒരു പ്രശ്നം മാത്രം. അതേപോലെ തന്നെ നമ്മള് ഈ ക്ലാസ്സിലേക്കും ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ എല്ലാവരും മിക്കവാറും ഓൺലൈൻ ക്ലാസ് ആദ്യമായിട്ടായിരിക്കും. ചിലപ്പോ മുമ്പ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും. ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒരാൾ പറയുമ്പോൾ നമ്മൾ അവർക്ക് ആ സമയം അലോ ചെയ്യാൻ വെയിറ്റ് ചെയ്ത്, ഇതൊക്കെ നിങ്ങളിലുള്ള നമ്മൾ സാധാരണ ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പോ അതൊക്കെ ശ്രദ്ധിക്കാം. ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ടെസ്റ്റ് അവൈലബിൾ ആണോ നിങ്ങളുടെ കയ്യില്? ഇല്ല മാം, ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓർഡർ എടുത്തിട്ടുണ്ടോ? ഇല്ല മാം, ഇല്ല, കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാങ്ങിക്കാറ്. ടെസ്റ്റ് വേണം. കാരണം നമ്മളുടെ കയ്യില് നമ്മളിപ്പോ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളവരുണ്ട് അല്ലെ. പഠിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെക്കോർഡ്സ്, അസൈൻമെന്റ്സ്, എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾ അസൈൻമെന്റ് ബുക്കിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ ആണോ? അസൈൻമെന്റ് ബുക്കിൽ പ്രിപ്പയർ ചെയ്യണേ കേട്ടോ. മിക്ക ടീച്ചേഴ്സും തരും അസൈൻമെന്റ്സ് ഒക്കെ ബുക്കില് പ്രിപ്പയർ ബുക്കിൽ തന്നെ എഴുതാൻ നോക്കണം. കാരണം നമുക്ക് A4 ഷീറ്റിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാതെ ബുക്കിൽ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ പെട്ടെന്ന് മിസ്സാവില്ല. അപ്പൊ പേപ്പർ നഷ്ടപ്പെട്ടു പോവാം. നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാവുന്ന ഈ അസൈൻമെന്റ്സും, അതേപോലെ നമ്മുടെ ബുക്ക്, പിന്നെ റെക്കോർഡ്, അതേപോലെ നമ്മൾ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് കുറച്ച് നിങ്ങൾ ഫിൽ ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിപ്പിക്കാനൊക്കെ പോകുമ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്, ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവസാനം ഉണ്ടാകുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ആരും പഠിക്കരുത്. ഇപ്പോഴും പാഷനോട് കൂടി, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ടീച്ചിങ് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഇതിലേക്ക് വന്നതാണ്. അപ്പൊ ഫുൾ ഡെഡിക്കേഷനോട് കൂടി തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിനെ കാണാം, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് ഞാൻ ഇടുന്ന ടോപ്പിക്കിന്റെ പേര്. പാർട്ട് 1 മാഡം പറഞ്ഞോടാ. എന്റെ പേര് ഷബീന എന്നാണ്. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കയറിയത്, എന്നെ വിളിച്ചില്ലായിരുന്നു തോന്നുന്നു. ആണോ? അതെ, ഞാൻ വിളിച്ചില്ല അല്ലേ? ഷബീന അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ നമ്മളെ? പറഞ്ഞോ, ഇൻട്രൊഡ്യൂസ് ചെയ്തോ. മോണ്ടിസോറി PG കോഴ്സാണ്, PG ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ TT മോണ്ടിസോറി ആണ്, അങ്ങനെ എന്തോ ഒരു ഇതുണ്ടല്ലോ, PG മോണ്ടിസോറി. PG പോസ്റ്റ് ഗ്രാജുവേഷൻ. മോണ്ടിസോറി അല്ലേ? അതിന്റെ ക്ലാസ് ആണോ ഇപ്പൊ നടക്കുന്നത്? PGയുടെ അല്ല, നമ്മൾ ഡിപ്ലോമയുടെ ആണ്. നിങ്ങൾക്ക് PGക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾ ആഡ് ഓൺ ആയിക്കോളും. നമ്മൾ ഈ ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ പാർട്ട് 3 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവാറാകുമ്പോഴേക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി PGയിലേക്ക് ആഡ് ഓൺ ആയിക്കോളും കേട്ടോ. അപ്പൊ ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഇപ്പൊ? നമ്മൾ കമ്പൽസറി അറ്റൻഡ് ചെയ്യണം. നമുക്ക് മൊഡ്യൂൾ 1, 2, 3, 4, 5 ആണ് PG എന്ന് പറയുമ്പോൾ. 1ഉം 2ഉം 3ഉം കോമൺ ആണ്. PGക്കാർക്കും ഡിപ്ലോമക്കാർക്കും കോമൺ ആണ്. PGയിൽ വരുമ്പോൾ വെച്ചാൽ മൊഡ്യൂൾ 4ഉം 5ഉം കൂടി PGക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 പേപ്പർ എഴുതിയെടുക്കണം എന്നുള്ളൂ. മനസ്സിലായടാ? ഓക്കെ. സെയിം ക്ലാസ്സിൽ തന്നെയാണ് നിങ്ങൾ PGയിലേക്ക് ആഡ് ഓൺ ആവുന്നത്. അത് ആ സമയമാകുമ്പോൾ പറയും. ഓക്കെ. അപ്പൊ ഈ 1ഉം 2ഉം 3ഉം നമ്മളിപ്പോ കോമൺ ആയിട്ട് അറ്റൻഡ് ചെയ്യണം അല്ലേ? അറ്റൻഡ് ചെയ്യണം. ഓക്കെ. മാമിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അപർണ. അപർണ. ഓക്കെ. ഞാനിവിടെ വൈക്കം ചെമ്പെന്ന് പറയുന്ന സ്ഥലമാണ്, കോട്ടയം ഡിസ്ട്രിക്ട്. വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, 3 മക്കള്, ഉമ്മയും ഉണ്ട് ഹസ്ബൻഡിന്റെ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 41 ഏജ് ഉണ്ട്. കുറെ ലോങ് ആയിട്ടുള്ള ഒരു ടൈം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു സ്റ്റഡിയിൽ പോകുന്നത്. എത്രത്തോളം മെമ്മറി ആയോ എന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് എടുക്കാൻ TTC എടുത്ത് പഠിക്കണം. ഇപ്പം പഠിപ്പിക്കാനുള്ള ഒരു ഇതുണ്ട്. പിള്ളേരും ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് എടുത്ത്, പിന്നെ കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് TTC എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അത് ഒരു സ്യൂട്ടബിൾ ആവുമെന്ന് തോന്നി, അങ്ങനെയാണ് ഓക്കെ. നമ്മളപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ. എന്തുകൊണ്ട് എപ്പോഴും കുട്ടികളിൽ അസുഖങ്ങൾ വരുന്നേ? ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നോർമലായിട്ട് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ലാക്ക് ഓഫ് ഫുഡ്, ലാക്ക് ഓഫ് ഹെൽത്തിന്റെ പ്രോബ്ലംസ്, ഹൈജീനിക് ഹാബിറ്റ്സ് കുറവുള്ളതുകൊണ്ട്. ഓക്കെ. നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. നമ്മളെപ്പോഴും എന്താ പറയാ, പറമ്പിലൊന്നും ചെരുപ്പിടാനൊന്നും നടക്കില്ല. പക്ഷെ കുട്ടികൾ എങ്ങനെയാണ്? അവര് കളിക്കാനൊക്കെ പോകുമ്പോ ചെരുപ്പൊക്കെ ഊരി പറമ്പിലൊക്കെ നടക്കും. അതേപോലെ നമ്മളുടെ അവര് എൻവയോൺമെന്റ് ആയിട്ട് കൂടുതൽ എങ്ങനെയാണ് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ പറമ്പിലൊന്നും ഓടിക്കളിക്കാനോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ചെളിയിലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ഒരു എന്താ പറയാ എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ അത്രയും ക്ലോസ്ഡ് അല്ല. അതേപോലെ തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എൻവയോൺമെന്റ് അത്ര പ്യുവറും ക്ലീനും അല്ല. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ എയർ പൊല്യൂഷനും മറ്റ് പൊല്യൂഷനൊക്കെ കാരണം നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. അപ്പൊ കുട്ടിക്കാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രായമാണ് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആർക്ക് കൊടുക്കണം? കുട്ടികളുടെ ഹെൽത്തിന് നമ്മൾ കൊടുക്കണം. നമുക്കറിയാം, ഒരു കുട്ടി സാധാരണ ഒരു കുട്ടി ജനിച്ചിട്ട് 6 മാസം വരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വലിയ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ഒരു ടൈമിൽ അവൻ അമ്മയുടെ ഇമ്മ്യൂണിറ്റി ആണ് അവനും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാനുള്ള ചാൻസ് കുറവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ടൈം ഒരു 2 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും എപ്പോഴും പനിയും ജലദോഷവും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസും ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി
സ്വയം ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വരാന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അതാണ് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ചെറുപ്പത്തിലെ തന്നെ കുട്ടി ജനിച്ചു വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മള് ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോ നമ്മള് ഫസ്റ്റ് കുട്ടി ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മള് ഒത്തിരി വാക്സിൻസ് എന്താ പറയാ ഹെപ്പറ്റൈറ്റിസ് ഇതിലേക്ക് വാക്സിൻ കൊടുക്കുന്നതിനൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? OPV കൊടുക്കുന്നുണ്ട്, വൈറ്റമിൻസ് എല്ലാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഏജിനനുസരിച്ച് ഇപ്പൊ ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിൻസ് ഉണ്ട്, 1.5 മാസത്തിൽ കൊടുക്കുന്ന വാക്സിൻസ് ഉണ്ട്, 2.5 മാസം, അങ്ങനെ ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ വാക്സിൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്കിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് വാക്സിൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പോലും നമുക്ക് എന്താ പറയാ മറ്റു കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതെന്തൊക്കെയാണ് പ്രശ്നങ്ങളും, അതേപോലെ എന്തെല്ലാം അസുഖങ്ങളാണ് കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്നതെന്നും പിന്നെ അതിന് കാരണക്കാർ ആരൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ചിൽഡ്രൻസ് ഗെറ്റ്, നമ്മൾ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ്. Children get various kinds of disease due to absence of immunity. ഇമ്മ്യൂണിറ്റി കുറവ് മൂലമാണ് നമ്മൾ കുട്ടികളിൽ എപ്പോഴും അസുഖങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ വരുന്നത്. നമുക്ക് ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി മൂലമാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്? എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. As children are disclosed to surrounding, the childhood is a period of continuous change. They are likely to suffer from disease because of harmful force in environment. നമുക്കറിയാം കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സറൗണ്ടിങ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പീരീഡ് എന്ന് വെച്ചാൽ ഫുൾ കണ്ടിന്യൂസ് ചേഞ്ചസ് ആണ്, ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കും ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ അവർക്ക് അസുഖങ്ങൾ വരുന്നത് കോമൺ ആണ്. അപ്പൊ നമ്മൾ എൻവയോൺമെന്റ് ഹാർംഫുൾ ഫോഴ്സ് മൂലം എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ, വൈറസ്, ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ്, അപ്പൊ അത് മൂലമൊക്കെ നമുക്ക് കുട്ടികൾക്ക് അസുഖങ്ങൾ വരും. A wide varieties of microorganisms like bacteria exist in our environment. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റിൽ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ് ഒക്കെ പോലത്തെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുമൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. They are threat to human health. നമ്മുടെ ജീവന് ഭീഷണിയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. നമ്മളുടെ എന്താണ് ജീവന് ഭീഷണിയാണ്. Disease may be caused by germs, parasites and poison. Diseases are mainly two types, contagious and infection. അപ്പോൾ ഈ പാരസൈറ്റ്സ്, ജേംസ് ഒക്കെ വഴി നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട്. സാധാരണ നമ്മുടെ അസുഖങ്ങൾ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, ത്രൂ കോൺടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ എന്ത് പറയും? ത്രൂ കോൺടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ ജേംസ് ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖത്തിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മളൊക്കെ അത് സഫർ ചെയ്തിട്ടുണ്ട്. കോൾഡ് കഫ്. ഓക്കെ, കോൾഡ് കഫ് നിങ്ങളൊരു 3-4-5 വർഷം മുമ്പ്, അല്ലെ 3-4 വർഷം, കൊറോണ. അതെ, കൊറോണയൊക്കെ നമ്മള് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മാരകമായ ഉള്ള അസുഖമായിരുന്നു. ജേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര സ്ട്രോങ് ആണ്, അല്ലെ? ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യും? അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഇത്. അപ്പൊ കൊറോണയൊക്കെ പോലത്തെ അസുഖങ്ങളാണ് എന്ത് ഒരാളിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യും. Okay. The germs of these diseases are very strong. ഭയങ്കര സ്ട്രോങ് ആണ്. പെട്ടെന്ന് നമ്മള് എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഈസിലി ആൻഡ് ക്രിട്ടിക്കലി ആക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ സ്പ്രെഡ് ആകും. പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമിൽ ഐസൊലേഷൻ ഒക്കെ
എന്ത് ചെയ്തിരുന്നത്, ഐസൊലേറ്റ് ചെയ്തിരുന്നത്, ആ പേഷ്യൻസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകാനും പെട്ടെന്ന് ആ പേഷ്യന്റിനെ ക്രിട്ടിക്കൽ ആക്കാനും ഈ ജേംസിന് അത്രയും ആ ഒരു ഇതുണ്ട്, ആ ഒരു രീതിയിലത്തെ ജേംസ് ആയിരുന്നു. അപ്പൊ ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് ഈസ് ഫുഡ്, എയർ, വാട്ടർ. ഇനി ഇൻഫെക്ഷൻ ഡിസീസ് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യണമെന്ന് വെച്ചാല് ഫുഡ്, എയർ, വാട്ടർ മുഖേനയൊക്കെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്, താഴെ പറയുന്ന മെത്തേഡ് വഴിയാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞതെന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് എപ്പോഴും അസുഖം വരുന്നത്? എന്തുകൊണ്ടാണ്? നോ ഇമ്മ്യൂണിറ്റി പവർ. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി പവർ ഓർ ലോ ഇമ്മ്യൂണിറ്റി പവർ, കറക്റ്റ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു ചൈൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അവർ കൂടുതലായിട്ട് എൻവയോൺമെന്റ് ആയിട്ട് ക്ലോസ് ആണ്. സോ എൻവയോൺമെന്റ് ഉള്ള ഈ ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, അതൊക്കെ അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ത്രെറ്റ്സ് ആണ് പറയുന്നുണ്ട്. അതേപോലെ ഈ അസുഖങ്ങൾ, ഈ ജേംസ് വരുത്തുന്ന അസുഖങ്ങൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതെല്ലാമാണ്? കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ, കണ്ടേജിയൻസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ് ആയിട്ടാണ് നമ്മൾ ജേംസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ, ത്രൂ കോൺടാക്ട് മുഖേന സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ എന്ത് അസുഖം എന്നാ പറയുന്നത്? കണ്ടേജിയസ്. ഫുഡ്, വാട്ടർ, എയർ മൂലം സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ എന്ത് പറയും? ഇൻഫെക്ഷൻ ഡിസീസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഫുഡ്, വാട്ടർ, എയർ മൂലം സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മലിനമായിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ ഈച്ച, അതേപോലെ മറ്റ് ഇൻസെക്ട്സുകൾ വന്നിരുന്ന ഫുഡ് കഴിക്കുമ്പോഴും, ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡ് കഴിച്ചാലും, അതേപോലെ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന മൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എലി കഴിച്ച ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവികൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലും നമുക്ക് എന്ത് വരും? ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ഡിസീസ് വരും. അതേപോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ എയർ നല്ല ശുദ്ധമായ വായു ആണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഈ ജേംസ് ഈ എയറിലുണ്ട്. എയറിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജേംസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? ഒരു കാര്യം, എയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചേട്ടാ. നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നില്ലേ? ഓർമ്മയുണ്ടോ? നമുക്ക് ഈ കഫും കോൾഡൊക്കെ ഉണ്ടായിരുന്നോ? കഫും കോൾഡൊക്കെ ഉണ്ടായിരുന്നാടാ കൊറോണയുടെ ഒക്കെ ടൈമില്? എനിക്കുണ്ടായിരുന്നില്ല കേട്ടാ. ഞാൻ കൂടുതലായിട്ട് മാസ്ക് യൂസ് ചെയ്തുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ. അതേപോലെ ഹാൻഡ് വാഷ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ആ സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ആ ടൈമിൽ കൊറോണ അല്ലാണ്ട് വേറൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നില്ല. കൊറോണയുടെ കഫും കോൾഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അല്ലാണ്ട് നോർമലി നമുക്ക് എപ്പോഴും ഈ കഫും കോൾഡൊക്കെ ഇടയ്ക്ക് വരില്ലേ? അതൊക്കെ കുറവായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് നമ്മളിപ്പോ വിചാരിക്കും ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ എയർ നമ്മൾ കാണാത്ത ഒരുപാട് ഡസ്റ്റും അതേപോലത്തെ ഒരുപാട് ജേംസ് ഒക്കെ എന്തിലുണ്ട്? ഈ എയറിലുണ്ട്. അപ്പൊ നമ്മളത് ശ്വസിക്കുമ്പോൾ നമുക്ക് അലർജീസും ശ്വാസം മുട്ടും ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ പറയാൻ കാരണം റിയൽ എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ. കാരണം എന്നെ കുറെ കാലമായിട്ട് ചെറുപ്പം മുതലേ ശ്വാസം മുട്ടുള്ളതാ. പക്ഷെ കൊറോണ വന്നു പോയതിനു ശേഷം, അല്ലെങ്കിൽ കോവിഡിന്റെ ആ ടൈം കഴിഞ്ഞതിന് ശേഷം ശ്വാസം മുട്ട് കുറവായിരുന്നു, ചില വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടറിന്റെ അടുത്ത് സംഭവിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, കോവിഡ് സമയത്ത് നമ്മൾ എല്ലാവരും എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അത്രയും പൊടി, പുറത്തുള്ള അത്രയും പൊടി നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് അലർജി അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു അസുഖം കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണേ എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ഈ മാസ്ക് യൂസ് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു അസുഖം വരും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആദ്യം വിശ്വസിച്ചില്ല. അച്ഛൻ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇതേപോലെ തന്നെ വീണ്ടും ശ്വാസമുട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. അച്ഛൻ എന്ത് ചെയ്തു? ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പോഴും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോ അച്ഛൻ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അച്ഛന് മുമ്പ് എപ്പോഴും വരുമായിരുന്നു ഈ എന്താ പറയാ അലർജി അല്ലെങ്കിൽ ശ്വാസം മുട്ട് എപ്പോഴും വരുമായിരുന്നു. ഇപ്പൊ ആ പ്രശ്നമില്ല. ഒരു പരിധിവരെ മരുന്നിൽ നിൽക്കാനായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഇൻഹേലർ കൂടെ കൊണ്ടുപോകണം, എപ്പോഴും എപ്പോ വേണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന പാരഗ്രാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്റെ ക്ലാസ് ശരിക്കും വരുന്നത് മൺഡേ ആണ്.
നെക്സ്റ്റ് മൺഡേ ആയിരിക്കും എന്റെ ക്ലാസ് വരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് വേണം? പ്രയർ വേണം. സെക്കൻഡ് എന്താ വേണ്ടത്? മോറൽ സ്റ്റോറി, ആക്ഷൻ സോങ്, സൈനും വേണം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ ടീച്ചറിനെയും വെൽക്കം ചെയ്യണം. ദെൻ ലാസ്റ്റ് എന്ത് വേണം? സൈൻ ഔട്ടും വേണം അല്ലെ? ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ വേണ്ടത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ, നെക്സ്റ്റ് ഡേ അശ്വതീംസിന്റെ ക്ലാസ് ആണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? ഓക്കെ, ഗ്രൂപ്പിൽ എല്ലാവരും ആഡ് ആയിട്ടുണ്ടോ? എല്ലാവരും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഗ്രൂപ്പിൽ ഒരു ലീഡറിനെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഒരു മാസത്തേക്ക് ഒരാൾ ടീം ലീഡർ ആയിട്ട് ഒരാൾ നിൽക്കട്ടെ. നെക്സ്റ്റ് മന്ത് അടുത്ത ആളാവട്ടെ. അപ്പൊ ആ ഒരു മാസത്തെ ഈ സൈനിങ്ങും പ്രയറും സൈനിങ്ങും തോട്ട് ഓഫ് ദ ഡേ 2 പേര് ഇരുന്നോട്ടെ, 2 ടീം ലീഡേഴ്സ് ഇരുന്നോട്ടെ. സൈനിങ് പ്രയർ, സൈനിങ്, തോട്ട് ഓഫ് ദ ഡേ, സൈൻ ഔട്ട് ആരാ പറയുന്നതെന്നുള്ളത് നിങ്ങൾ ഇന്ന് മോർണിംഗ് രാവിലെ തന്നെ ആര് പറയും, ആരൊക്കെയാണ് പറയാൻ തയ്യാറായിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു മാം. താങ്ക് യു മാം.